മലയാളികൾ പെട്ടെന്ന് വെസ്റ്റേൺ കൾച്ചറായിട്ട് അഡാപ്റ്റായി പോയവരാണ്. അത് ലൈഫ് സ്റ്റൈലിലായാലും ഡ്രസ്സിങ് സ്റ്റൈലിലായാലും ഫുഡ് സ്റ്റൈലിലായാലും പെട്ടെന്ന് നമ്മൾ ആ കൾച്ചർ ഏറ്റെടുത്തു. പക്ഷെ അത് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമാണോ ചെയ്തത്? ഫുഡിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു യെസ്, 100%. എക്സാമ്പിൾ നമുക്ക് നിസ്സാരമായിട്ട് എടുത്ത് നോക്കാം. നമ്മുടെ കുട്ടിക്കാലവും നമ്മുടെ കുട്ടികളുടെ കുട്ടിക്കാലവും. നമ്മുടെ അമ്മമാർ നമ്മൾ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് തന്നത് എന്തൊക്കെയാണ്? ചിലപ്പോൾ കൊഴുക്കട്ടായിരിക്കാം, അടയായിരിക്കാം, അവൽ നനച്ചതായിരിക്കാം. അതൊക്കെ ഒരു ഹെൽത്തി സ്നാക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ മോഡേൺ മമ്മിമാരായിട്ട് നമ്മുടെ കുട്ടികൾക്ക് എന്തൊക്കെയാണ് കൊടുക്കുന്നത്? ബർഗർ, പിസ്സ, ഫ്രഞ്ച് ഫ്രൈസ്, ഇതൊക്കെയാണ് കൊടുക്കുന്നത്. പക്ഷെ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡ് കൊടുക്കുമ്പോൾ നമ്മുടെ കുട്ടികളുടെ ഒരു ഭാവിയാണ് നമ്മൾ ശരിക്കും തകർക്കുന്നത്. അവരുടെ ഫുൾ ഡൈജഷൻ ഹാമ്പർ ആവുന്നു, അവരുടെ മെൻ്റൽ ബിഹേവിയർ തന്നെ മാറുന്നു. ഇത്രയ്ക്കും കോംപ്ലിക്കേഷൻ ആണോ എന്ന് ചോദിച്ചാൽ 100% ആണ്. എക്സാമ്പിൾ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കാം. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് പിള്ളേർക്ക് കൊടുക്കുമ്പോൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഒരു പാക്കറ്റ് ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുമ്പോൾ 25 സിഗരറ്റ് വലിച്ചതിൻ്റെ ദോഷമാണ് നമ്മുടെ കുട്ടികളിൽ ഉണ്ടാവുന്നത്. കാരണം ഈ പൊട്ടറ്റോസ് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അതിലൊരു കെമിക്കൽ, അക്രിലമൈഡ് എന്ന് പറഞ്ഞൊരു കെമിക്കൽ ഉണ്ടാവുന്നുണ്ട്. അതേ കെമിക്കലാണ് നമ്മൾ സിഗരറ്റ് സ്മോക്കിങ്ങിലും ഉള്ളിലേക്ക് എടുക്കുന്നത്. അപ്പോൾ രണ്ടും ഒരേ ദോഷഫലങ്ങളല്ലേ? നമ്മൾ കൊച്ചു കുട്ടികളിൽ അതേ കെമിക്കൽ ഇഞ്ചെക്റ്റ് ചെയ്യുകയല്ലേ? പിന്നെ നമുക്ക് ഒന്ന് മനസ്സിലാക്കാം, ഈ ഫ്രഞ്ച് ഫ്രൈസ് അല്ലെങ്കിൽ പുറത്തുനിന്ന് കഴിക്കുന്ന ഫുഡിലൊക്കെ ഒരു അഡിക്റ്റീവ് നേച്ചറുണ്ട്. അതാണ് അവർക്ക് ഒരു വട്ടം കഴിച്ചാൽ പിന്നെയും കഴിക്കണം എന്ന് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഒരു വട്ടം വാങ്ങിച്ചു കൊടുത്തിട്ട് ഇനി വാങ്ങിച്ചു തരില്ല എന്ന് പറയുമ്പോൾ അവർക്ക് അതൊരു അഡിക്ഷനായി മാറി. അപ്പോൾ അവർക്കൊരു വിഡ്രോവൽ സിംറ്റംസ് അവർ തന്നെ അവരുടെ ബോഡിയിൽ ക്രിയേറ്റ് ആവുകയാണ്. ആ ക്രിയേറ്റ് ആവുമ്പോൾ നമ്മൾ ഒരു ആൽക്കഹോൾ പേഴ്സണോട് ഇനി ആൽക്കഹോൾ തരില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന വിഡ്രോവൽ സിംറ്റംസ് തന്നെയാണ് നമ്മുടെ കുട്ടികളിലും ആ വിഡ്രോവൽ സിംറ്റംസായി മാറുന്നതും അവർക്ക് ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് കുട്ടിക്കാലം മുതൽ നമ്മൾ കൊണ്ടുവരുന്നതും. പിന്നെ ലോ ഇമ്മ്യൂണിറ്റി. ഇത് കഴിക്കുമ്പോൾ നമ്മൾ ഈ ജങ്ക് ഫുഡ്സ് കഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു ഗുഡ് ബാക്ടീരിയ ഉണ്ട്. ഈ ഗുഡ് ബാക്ടീരിയ നമ്മൾ ഈ ഫുഡ് കഴിക്കുമ്പോൾ ഗുഡ് ബാക്ടീരിയ ഇല്ലാതെയാവുന്നു. അത് നമ്മുടെ ഡൈജഷനെ നന്നായിട്ട് ഹാമ്പർ ചെയ്യുന്നു. അതുകൊണ്ട് നമ്മുടെ പിള്ളേർക്ക് ഇമ്മ്യൂണിറ്റിയും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഒരു ഹസാർഡ്സ് ആണ് നമ്മുടെ ഹെൽത്തിന്. അപ്പോൾ നമ്മളിത് അറിഞ്ഞുകൊണ്ട് ഇനിയും ചെയ്യണോ? നമ്മുടെ കുട്ടികളിലേക്ക് ഒരു ഹെൽത്തി സ്നാക്കിലേക്ക് പോയിക്കൂടെ?